മലപ്പുറം നിലമ്പൂർ ആർ.ടി ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധനയ്ക്കിടെ വലിച്ചെറിഞ്ഞ 49,500 രൂപ വിജിലൻസ് കണ്ടെടുത്തു. ഒരു ഏജന്റിൽ നിന്ന് 5,000 രൂപയും പിടിച്ചെടുത്തു. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, ആരാണ് ഈ പണം വലിച്ചെറിഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അത്തരത്തിലുള്ള നടപടിയിലേക്ക് വിജിലൻസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ടോ? ഗൂഗിൾ ഓഫീസ് സമയം അവസാനിക്കാൻ വളരെ കുറച്ച് സമയമുണ്ടായിരുന്നപ്പോൾ മാത്രമാണ് ഇപ്പോൾ വിജിലൻസിന്റെ റെയ്ഡ് നിലമ്പൂർ ആർ.ടി ഓഫീസിൽ നടന്നിരിക്കുന്നത്. ഈ റെയ്ഡിനിടെ ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞ നിലയിൽ പണം കണ്ടെത്തുകയായിരുന്നു. 49,500 രൂപയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഒരു 500ന്റെ ഒരു കെട്ട് ആയിട്ടുള്ള നിലയ്ക്കായിരുന്നു. അതാണ് ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ആരാണ് അത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയായിട്ടില്ല. അത് പരിശോധനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ഉള്ളിലെ പരിശോധനയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമയിൽ നിന്ന് ഏജന്റായി പ്രവർത്തിക്കുന്ന ആളിൽ നിന്ന് ഏകദേശം 5,000-ഓളം രൂപ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. ഒരു മിന്നൽ പരിശോധനയാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മലപ്പുറം വിജിലൻസ് ആണ് ഈ പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ ഇത് നേരിട്ടിട്ടല്ല ഈ ഉദ്യോഗസ്ഥർ വാങ്ങുന്നതെന്നും ഇവിടത്തെ ഈ രജിസ്ട്രേഷന് വരുന്ന വാഹനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ അതിൻ്റെ മറ്റ് ലൈസൻസുകൾ ഉൾപ്പെടെയുള്ളവ കരസ്ഥമാക്കുന്നതിനൊക്കെ വേണ്ടി പണം വാങ്ങുന്നു എന്നുള്ള പരാതി വ്യാപകമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജിലൻസിന്റെ പരിശോധന നടന്നിരിക്കുന്നത്. അതിലാണ് ഇത്തരത്തിൽ ഒരു കെട്ടുനോട്ട് ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരിട്ടല്ല ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്, അവർ പറയുന്ന ആളുകളിലേക്ക് പണം കൊടുക്കുന്നു എന്നുള്ള നിലയ്ക്ക് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളത് കൂടി പരിശോധനയിൽ തെളിഞ്ഞു എന്നുള്ളതാണ് വിജിലൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിലമ്പൂർ ആർ.ടി ഓഫീസിന് മുന്നിലെ ചെടികളിൽ പണം കായ്ക്കുമെന്ന് സംശയം തോന്നുന്നു. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു ചെടിയുടെ ചോട്ടിൽ നിന്നാണ് ആ ഉദ്യോഗസ്ഥർ 500 രൂപയുടെ ഒരു കെട്ട് നോട്ട് എടുത്തത്. എന്തായാലും വിയർപ്പ് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയല്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ എടുത്ത് വലിച്ചെറിയാൻ കഴിയുന്നത്. ഏതായാലും ആ കിമ്പളം വാങ്ങിയ ഏമാനെ പിടികൂടട്ടെ.